ഹായ് ഫ്രണ്ട്സ്, പൂ പോലത്തെ ഇഡ്ഡലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉഴുന്ന്, ഉലുവ, പച്ചരി, ഇഡ്ഡലി റൈസ് ഇവ കുതിർത്തേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 3/4 ഗ്ലാസ് ഉഴുന്ന്, 1 സ്പൂൺ ഉലുവ, 2 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഇഡ്ഡലി റൈസ് എന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു 6 മണിക്കൂറെങ്കിലും ഇവ കുതിർത്താനായിട്ട് അനുവദിക്കണം. ഇപ്പോൾ നമ്മുടെ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കണം. അരപ്പിലേക്കായിട്ട് നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം തന്നെ ചേർക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഇത് കൂടുതൽ പെട്ടെന്ന് മാവ് പൊന്തി വരാനായി സഹായിക്കുന്നു. ഇഡ്ഡലിക്കായതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ ചോറ് കൂടി ചേർക്കുന്നുണ്ട്. കൂടുതൽ മയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇഡ്ഡലി മാവ് ആയതുകൊണ്ട് അധികം ലൂസാകാൻ പാടില്ല. നമുക്കിത് ഈ രാത്രി ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയ ശേഷം ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. മുതൽ 10 മിനിറ്റ് വരെ വേവിക്കാം. തുറന്നു നോക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.